ഉല്ലാസ് ബാബു, നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതിനകത്ത് പക്ഷേ ശ്രീ ജിൻഷാദ് പറഞ്ഞതുപോലെ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതൊക്കെ വിശ്വസിക്കുക അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. കാരണം ആ ഘട്ടത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നതുകൊണ്ട് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ഇന്ന വഴിക്ക് മാത്രമേ പണം വാങ്ങാനും ചെലവഴിക്കാനും പാടുള്ളൂ എന്ന കർശനമായ നിർദ്ദേശത്തിനകത്തുകൂടിയാണ് കാര്യങ്ങൾ നടന്നത് എന്നതുകൊണ്ട് കൂടിയാണല്ലോ നമ്മുടെ കൈവശം ഇപ്പോൾ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിന്നില്ലോ എന്ന സംശയം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ താങ്കളുടെ നിലപാട് എന്താണ് ബിജെപിയുടേത്? അനീഷ്ജി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം അന്നും പറഞ്ഞിരുന്നു, ഇത് പൊതുസമൂഹത്തിനകത്ത് വിശ്വാസി സമൂഹത്തിനെ പറ്റിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ആ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് ഇത് ദേവസ്വത്തിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ അതിനുശേഷം അതിന്റെ പരസ്യ ബോർഡുകൾ ഉയർന്ന സമയത്ത് ഇതേ മാധ്യമങ്ങൾ അങ്ങടക്കമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഒരു CPM സ്പോൺസർ പ്രോഗ്രാം പോലെ ഇവർ നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ടായി. അപ്പം അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും അതിൻ്റെ പിന്നിൽ ധൂർത്തുണ്ടെന്നും ആ ധൂർത്തിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള വിശ്വാസികളുടെ പണം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വലിയ ഒരു വിവാദം ഉയർന്നു വന്നു. ഹൈക്കോടതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. ആ സമയത്ത് ഹൈക്കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ടായി. ആ സമയത്ത് അതൊക്കെ അവർ ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോഴും നമുക്കറിയാമായിരുന്നു ഇതൊന്നും ഈ പറഞ്ഞ പൈസ കൊണ്ട് തീരില്ല. എന്തിനു വേണ്ടിയായിരുന്നു അവിടെ ജർമ്മൻ സ്ട്രക്ചർ ഇട്ടിട്ട് ബയോ ടോയ്ലറ്റുകൾ വെച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ, ശബരിമലയ്ക്കകത്ത് ബയോ ടോയ്ലറ്റ് വെച്ച് സംഗമം നടത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തിടത്താണ് ഈ ദൂർത്ത് കാണിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ ഹൈന്ദവ വോട്ടുകൾ ശേഖരിക്കണമെന്നുള്ള ടാർഗറ്റോടുകൂടി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ലൈൻ നടപ്പാക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ദേവസ്വത്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കൊരു ബ്ലോക്ക് ആയതാ. ഇത് ബോധം വെക്കണമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അവർ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതും അത്തരം ഒരു കാര്യത്തിൻ്റെതാണ്. ചില ആളുകളെങ്കിലും കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്നുള്ളതല്ല, പിന്നെ തോർത്തും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മൊന്തയും ഒക്കെ അന്വേഷിച്ച് ആ കിടാവിനെ കെട്ടാൻ മറ്റൊരു തൊഴുത്തുകൂടി കെട്ടാനായിട്ട് ഈ വാരിയോല കൂടി അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറയുന്നത്. അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? ഞാൻ ആ കോട്ട് അവസാനിപ്പിക്കുക. BJP നേതാക്കളിൽ അവര് ഇപ്പോൾ ആന്ധ്രാപ്രദേശില് കർണാടകയിലേക്ക് ഉള്ള BJP നേതാക്കളുമായിട്ട് ഈ പറയുന്ന ചില ആളുകൾക്കുള്ള ബന്ധത്തെ സംബന്ധിച്ച് BJP വിശുദ്ധ പശുക്കളാണ് എന്ന അത്തരത്തിൽ പ്രഖ്യാപിച്ചങ്ങ് പോകാനായി വരട്ടെ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളത്. നാവ് വായിലിട്ടുണ്ട് മിണ്ടാണ്ടിരുന്നോണം. ഹിന്ദു സംഘടനകളാകെ പിന്തുണച്ച ഒരു അയ്യപ്പ സംഗമത്തെ ദേവസ്വം ബോർഡിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന ഒരു കാരണമുള്ളതിനെ എന്ന് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ഈ തീർത്ഥാടനത്തെ കുറെ കൂടെ മെച്ചപ്പെട്ട തോതിൽ കൊണ്ടുപോകാനുള്ള ഒരു സെമിനാർ എന്ന നിലയുള്ള ഒരു കാരണം കൂടെ ഉള്ളതിനെ എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക? ജൂബിലി ആഘോഷമായി ദേവസ്വം ബോർഡിന് ജൂബിലി ആഘോഷം നടത്താൻ ഇത് കുറിക്കമ്പനിയും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അദ്ദേഹം എന്താ മറുപടി ചോദിച്ചത്? അല്ലെങ്കിൽ അതിന് പകരമായിട്ട് സനീഷിനോട് ചോദിച്ചത്, സനീഷിന്റെ ന്യൂസ് മലയാളം ചാനലിന്റെ ആഘോഷം സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കാര്യത്തിൽ ജൂബിലി നടത്തേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ അതല്ലല്ലോ സാറേ. നിങ്ങൾ ആ സമയത്ത് പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിയാണല്ലോ അല്ലേ, ദേവസ്വം മന്ത്രിയല്ലേ, ബഹുമാനായ ശ്രീ വാസവ മന്ത്രി. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ സംഗമമാണ്. പറഞ്ഞത് ഞാൻ തെറ്റാണെങ്കിൽ സനീഷിന് ഇടപെടാട്ടോ. അപ്പൊ അങ്ങനെ വിശാലമായി നിങ്ങൾ നടത്തിയ ചർച്ച, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച, ഇങ്ങനൊരു പന്തലും കെട്ടി മൈക്കും കെട്ടി LED വാളും വെച്ച് അതിനകത്ത് കൾച്ചറൽ പ്രോഗ്രാമും വെച്ച് അങ്ങനെ കേരളം മൊത്തം അങ്ങനെ ഫ്ലക്സ് ബോർഡുകളിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പടവും വെച്ച് അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തി നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അന്നും ഞങ്ങൾ പറഞ്ഞു ഈ ധൂർത്തും തട്ടിപ്പും അരുതേ 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 എന്ന്. അയ്യോ, ഞങ്ങൾ കള്ളപ്പണിയൊന്നും ചെയ്യാറില്ല സാർ. വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞങ്ങളുടെ. കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിങ്ങൾ കൃത്യമായി പറഞ്ഞല്ലേ, നിങ്ങൾ ഒരു പഴഞ്ചൊല്ലിനെ കൂട്ടുപിടിച്ചില്ല. ഞാൻ പറഞ്ഞല്ലേ, എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നിലപാടാണ് നിങ്ങളെടുത്ത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വാസി സമൂഹത്തിന് അയ്യപ്പ വിശ്വാസികളെ ഞങ്ങൾ പറ്റിക്കുമെന്ന നിലപാടെടുത്ത് നിങ്ങൾ അവിടെ നടത്തി.
നടത്തിയെടുത്ത തീരുമാനത്തിന്റെ ആ പ്രിന്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. കാരണം അത് വിശ്വാസികൾക്കാണല്ലോ. അപ്പൊ വിശ്വാസികളല്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ശബരിമലയ്ക്കകത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള വികസനത്തിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ഫണ്ട് എത്രേ? ആ ഫണ്ട് എന്തിനൊക്കെ നിങ്ങൾ ചെലവഴിക്കും? ആ ചെലവഴിക്കുന്നതിന്റെ ഭാഗമായി ശബരിമലയുടെ ഏതൊക്കെ മേഖലയിൽ വികസിക്കും? ഞങ്ങൾ വിശ്വാസികൾക്ക് ഭാവിയിൽ എന്തൊക്കെ ഗുണഗണങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും? നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ, ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ, ഞങ്ങളുടെ വിശ്വാസികളുടെ സമർപ്പണത്തിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള പണത്തിന്റെ വിഹിതം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സംഗമത്തിൽ കിട്ടിയ പണം എത്രയാണ്? ചെലവാക്കാൻ പോകുന്ന കാര്യം എന്താണ്? ചർച്ച ചെയ്തതിന്റെ ഉരുതിരിവ് എന്തൊക്കെയാണ്? ആ ഉരുതിരിവിൽ പങ്കെടുത്ത് എവിടെയാണ്? ആ എടുത്ത എക്സ്പെർട്ടുകളുടെ കമ്മിറ്റി എടുത്തതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടോ? അതിനകത്ത് വിശ്വാസി സമൂഹത്തിന്റെ മറ്റു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ? അന്നദാന മണ്ഡപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ? അന്നദാനം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അതോ ഇനി നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് KSRTC ഫ്രീ ആയി ഓടിക്കാനുള്ള വരുമാനം അതിനകത്ത് നിങ്ങളുടെ ഈ സംഗമത്തിൽ നിന്ന് കിട്ടിയോ? ഇത്യാദി കാര്യങ്ങൾ ചോദിക്കാനുള്ള ഉത്തരവാദിത്തം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തിനില്ല സർ. ആ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണ്ടേ? ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? ബാബു വളരെ വേഗത്തിൽ, വളരെ ആവേശത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ മിതമായ ഭാഷയിൽ ചില മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. എന്താ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണോ ഈ BJPയും സംഘപരിവാറും? ആണോ? എൻ്റെ കുടുംബം എന്നത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരാണ്. ഒന്നിലധികം ആരാധനാലയങ്ങളിൽ, വ്യത്യസ്ത മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകൾ എൻ്റെ ബന്ധുക്കളായിട്ടുണ്ട്. എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഈ കണക്ക് വയ്ക്കേണ്ട ആര്? സർക്കാരാ? അതോ ദേവസ്വം ബോർഡാ? ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് നടക്കാനിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെതായ റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഈ രേഖയില്ല. അഥവാ താങ്കളുടെ കയ്യിലുണ്ടെങ്കിലും മുദ്ര വെച്ചതായ, കവറിൽ വന്നതായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലുള്ള ഒരു കാര്യം എടുത്ത് നമുക്കിവിടെ കാണിക്കാനായിട്ട് കഴിയില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പിണറായി വിജയന്റെ പടവും പേരും എല്ലാം കാണുമ്പോഴത്തേക്ക് ഡ്രാക്കുളയ്ക്ക് കുരിശ് കണ്ടതുപോലെ, ഈ അണലിപ്പാമ്പിന് ഈ നമ്മൾ ചിലയിടത്തെല്ലാം ഇത്തരത്തിൽ വെളുത്തുള്ളി ചവച്ചിട്ടിരിക്കുന്നത് പോലെയും, കടവാവലിന് വെളിച്ചം കാണുമ്പോഴുള്ള ഒരു ഭയം പോലെയും, പന്തം കണ്ട പെരിച്ചാഴിയെ പോലുള്ള വിറളി പിടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ? നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പടം എവിടെയെങ്കിലും കണ്ടാൽ അത്തരത്തിലുള്ള വെപ്രാളം അവർക്കുണ്ടാകുന്നുവെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനായിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം പലയിടത്തും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും പെട്രോൾ പമ്പിലും എല്ലായിടത്തും ഉണ്ട്. ഈ കോവിഡിൻ്റെ എനിക്ക് വാക്സിനേഷൻ എടുത്ത് എൻ്റെ കുട്ടിക്കും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എല്ലാം കോവിഡിൻ്റെ വാക്സിനേഷൻ എടുത്തിട്ട് ഞങ്ങളുടെ പടമല്ല, അദ്ദേഹത്തിൻ്റെ പടമാണ് അവിടെ അച്ചടിച്ചു വെച്ചിട്ടുള്ളത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വോട്ട് ശതമാനമുള്ള ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ കൈവശമുള്ള ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു പരിപാടി നടത്താനേ അവകാശമില്ല എന്ന് പറയരുത് ശ്രീ ഉല്ലാസ് ബാബു എന്ന് പറയാൻ എനിക്ക് തോന്നി. അല്ല, സനീഷിന് അങ്ങനെ തോന്നാം. സ്വാഭാവികമായിട്ട് സനീഷിന് അതിനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ട് സനീഷ്. ഞങ്ങൾ അന്നും ഇന്നും എന്നും വിശ്വാസി സമൂഹത്തിന്റെ ഒപ്പം തന്നെയാണുള്ളത്. ഞങ്ങൾ ആ വിശ്വാസി സമൂഹത്തിന് വേണ്ടി തല്ലുകൊണ്ടവരാ, ഞങ്ങൾ അതിനു വേണ്ടി ജയിലിൽ കിടന്നവരാ, ഞങ്ങൾ അന്ന് കൃത്യമായിട്ട് ഈ പോലീസിന്റെ നരനായാട്ടുകൾക്ക് മുമ്പിൽ കിടന്നവരാണെന്നേ, അത് അനുഭവിച്ചവരാണെന്നേ. അല്ല സനീഷ്, നിർത്ത ഈ ഫോൺ നിങ്ങളുടെ ലൈൻ ഞങ്ങളെന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കിയ ഞങ്ങളാണെന്ന് പറയുന്ന സമ്പത്തിന്റെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വരും. ആ കാര്യം ചോദിക്കേണ്ടി വരും. അതല്ലേ ചർച്ച. ഞാനെന്ത് ചെയ്യാനാണ്? പറഞ്ഞോ. ചർച്ച അതല്ലല്ലോ. സനീഷ് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് സനീഷിന്റെ താല്പര്യമാണ്. സനീഷ് നിന്നോളൂ, അതിലെനിക്ക് വിരോധമില്ല. പക്ഷേ സനീഷിനോട് കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് സനീഷിന് ശബരിമലയെ വനിതകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് സനീഷിന് ബോധ്യമില്ല. മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സനീഷിന് അറിയാമല്ലോ. പീഡനം അനുഭവിച്ചതിന്റെ പേരിൽ, നാമജപ ഘോഷയാത്രയുടെ പേരിൽ, റോട്ടിൽ നാമം ചൊല്ലിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടത് ഏത് വിഭാഗത്തിനാണെന്ന് കൃത്യമായി സനീഷിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമല വനിതകൾ കയറിയ തൊട്ടുള്ള ചർച്ച തുടങ്ങി എനിക്ക് അവർക്കെല്ലാം സമയം കൊടുക്കേണ്ടി വരും. താങ്കൾ ഈ വിഷയത്തിലേക്ക് വാ. അതായത് അവരുണ്ടാക്കിയിട്ടുണ്ട് PK ചന്ദ്രാനന്ദനോട്, അവർക്ക് ദേവസ്വം ബോർഡ് അവരുടെ കൈവശമുണ്ട്. എന്നാ പറ
ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ടിലേക്ക് തിരിച്ചു വരാം. മറ്റതിന് സമയം കൂടെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ റെഡിയാണ് ചർച്ച ചെയ്യാൻ. സമയം നിങ്ങൾക്ക് ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മറ്റേ സമ്പത്ത് സാർ, ഞാൻ ചോദിക്കട്ടെ, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. സാർ, അങ്ങനെയല്ല. വിശ്വാസികളെ കാണുമ്പോൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കിയത് അങ്ങയുടെ മുഖ്യമന്ത്രിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം നടന്ന സമയത്ത് ആയിരക്കണക്കിന് കേസുകൾ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് നേരെ ഇട്ട സർക്കാരിന്റെ പേരാണ് സാർ CPIM എന്ന് പറയപ്പെടുന്നത്. അന്തവും കുന്തവും ഇല്ലാത്ത ഭരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ വിശ്വാസി സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കാൻ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി ശബരിമലയിൽ നിങ്ങൾ അത് പ്രവർത്തിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച സമയത്ത് ഈ കേരളത്തിനകത്തെ സകലവിധ വിശ്വാസികളും രംഗത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ സർക്കാരിനോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഉൾക്കൊണ്ടത് കൊണ്ടാണ് സാർ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നടത്തിയ പ്രവർത്തനം ശരിയല്ലെന്ന ബോധ്യം AKG സെന്ററിൽ ഇരുന്ന ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണൻ സാർക്ക് മനസ്സിലായതുകൊണ്ടാണ് സാർ 2019 ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നിങ്ങൾ കൃത്യമായി വീടുകൾ കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റിയേ എന്ന് നിങ്ങൾ വിലപിച്ചത്. നിങ്ങൾ എതിർക്കുകയും നിങ്ങൾ സംഗമം നടത്തി ദൂർത്തടിക്കുകയും ചെയ്യുന്ന സമയത്ത് അമ്മായിയുടെ ഒക്കെ തിരിക്കും വേണം, അമ്മേന്റെ പോലെ കുടിക്കും വേണം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നിലപാട്. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും അതിന് മുന്നേ ഉള്ള കേസിൽ BJPയുടെയും CPMന്റെ പ്രതിയൊക്കെ പറയുമ്പോൾ ഇവിടെ ശബരിമല കൊള്ള നടന്നപ്പോഴും അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങൾ നടന്നപ്പോഴും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു സമരവും നമ്മളാരും കണ്ടിട്ടില്ല. കപ്പൽ വിഴുങ്ങുന്ന തിമീങ്കലവും തുപ്പൽ വിഴുങ്ങുന്ന പരലുകളുമായിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ യോഗി ആദിത്യനാഥിന്റെ അയ്യപ്പ സംഗമത്തിന് ലെറ്റർ വന്നത് അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അത് UDFന്റെ കാലഘട്ടത്തിൽ UDFന്റെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ UDFന്റെ ദേവസ്വം മന്ത്രി ഇരിക്കുമ്പോഴാണെങ്കിൽ ഈ CPMന്റെ വാദം എന്തായിരിക്കും? ഈ BJPക്കാർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഈ കേരളത്തിലെ ആ UDFന്റെ സർക്കാരിനെ നിലം തൊടിയിക്കുമായിരുന്നോ? എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ കേരളത്തിലെ സർക്കാരിനെ BJPയെ വളർത്താൻ CPM പുട്ടിന് പീരിയിട്ട് കൊടുക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നു. ഇപ്പുറത്ത് മോദിയും ഗോദിയും യോഗിയെയും വെച്ചിട്ട് CPMന് ക്ഷീണം വരാതിരിക്കാൻ BJPയും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന അഴിമതിക്കോ അല്ലെങ്കിൽ ദേവസ്വം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനോ വെട്ടിപ്പിനോ ഈ കേരളത്തിലെ BJPയുടെ ഒരു സമരവും നമ്മൾ കണ്ടില്ല. ൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇവർ ശബരിമലയിൽ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് കലാപമുണ്ടാക്കാൻ നോക്കി. ആ കലാപമുണ്ടാക്കാൻ നോക്കിയതല്ലാതെ ഈ അതിനുശേഷമുള്ള ഇവരുടെ കേരളത്തിലെ 14 ജില്ലകളിൽ പത്തനംതിട്ടയിൽ പോയി ഭരതനാട്യം കളിച്ച രാഷ്ട്രീയ ശബരിമലയിൽ വനിതകളെ എവിടെയായിരുന്നു നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ? നിങ്ങൾ പത്തനംതിട്ട ടൗൺ വിട്ടാൽ മതിയായ സമയം തരാൻ പറ്റാതെ എനിക്ക് ഖേദമുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.